ദാറുൽ ഹുദ എന്ന പേര് നിർദ്ദേശിച്ചത് മൗലാന എം ബഷീർ മുസ്ലിയാർ നവറുല്ലാഹു മർക്കദഹു അവர்களായിരുന്നു. സ്ഥാപനം തുടങ്ങുന്നതിൻ്റെ ഒരു 1-2 മാസം മുമ്പ്, അതായത് 2 മാസം മുമ്പ് ബിൽഡിംഗ് ഉദ്ഘാടനം നടന്നു എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായി. ബിൽഡിംഗ് ഉദ്ഘാടനം നടന്നപ്പോൾ സ്ഥാപനം മുമ്പ് കഴിഞ്ഞാൽ തുടങ്ങുക എന്നുള്ളിടത്ത് എത്തിയപ്പോൾ ബഷീർ മുസ്ലിയാർ പറഞ്ഞു, അതിൻ്റെ പേരിൽ ദാറുൽ ഹുദ അഥവാ പേര് ദാറുൽ ഹുദ എന്നായിരിക്കണം, അതിൻ്റെ കൂടെ ചേർക്കുന്ന ലഫ്ദ് നിങ്ങൾ തീരുമാനിച്ചാൽ മതി എന്നാണ് ഞങ്ങളെ ഏൽപ്പിച്ചത്. അങ്ങനെയാണ് ഒരു പുതിയ പേരാവുക എന്ന രീതിയിൽ ദാറുൽ ഹുദ ഇസ്ലാമിക് അക്കാദമി എന്നുള്ള പേരിന് അംഗീകാരം നൽകപ്പെട്ടു. ആ എടക്കുളം ജീവിതത്തിൻ്റെ ആദ്യ ഘട്ടങ്ങളിൽ തന്നെ ബഷീർ മുസ്ലിയാരുമായി ഇങ്ങനെയുള്ള ഒരു സമ്മേളനത്തിൽ വെച്ച് കണ്ട് പരിചയപ്പെട്ട് പരസ്പരം മനസ്സിലാക്കുന്നു. പിന്നീട് അങ്ങനെ തുടർച്ചയായി പലവട്ടം പല സ്ഥലങ്ങളിൽ നിന്നും കാണാൻ അവസരമുണ്ടായി. ബഷീർ മുസ്ലിയാർ ഓരോ കാര്യത്തിലും കാല് വെക്കും മുമ്പ് ആഴത്തെപ്പറ്റി ആലോചിച്ചിരുന്ന ആളാണ്. അഥവാ ഒരു ദീർഘദൃക്ക് ആയിരുന്നു ബഷീർ മുസ്ലിയാർ. കാര്യങ്ങൾ വളരെ ദൂരെ നിന്ന് നോക്കിക്കാണാൻ ശ്രമിക്കുകയും നോക്കിക്കണ്ട് അതിൻ്റെ വരും വരായികകൾ വിലയിരുത്താൻ കഴിയുകയും ചെയ്യുന്ന ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയായിരുന്നു. ദാറുൽ ഹുദ ഒരു പുതിയ പാഠ്യപദ്ധതിയുമായി 1986 ജൂൺ മാസം 25-ാം തീയതി മുതൽ പ്രവർത്തന ഗോതയിലിറങ്ങി. പുതിയ രീതിയിലുള്ള ഒരു അധ്യാപന സംവിധാനമാണ് ഉദ്ദേശിക്കപ്പെട്ടിരുന്നത് എന്നതിനാൽ തന്നെ പ്രത്യേകമായി തിരഞ്ഞെടുക്കപ്പെടേണ്ടതുണ്ടായിരുന്നു അവിടെയുള്ള ഉസ്താദുമാർ. അറബി, ഉറുദു, ഇംഗ്ലീഷ് ഭാഷകൾ പഠിപ്പിക്കാൻ ആൾ വേണം. പിന്നെ മറ്റ് ഇസ്ലാമിക വിഷയങ്ങൾ, ഭൗതിക വിഷയങ്ങൾ. അപ്പോൾ ഇതിന് സ്ഥാപനം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അധ്യാപകന്മാർ ഏറെക്കുറെ കണ്ടുവെക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. വിനീതനായ ഞാൻ ദാറുൽ ഹുദ തുടങ്ങുന്നതിൻ്റെ മാസങ്ങൾക്ക് മുമ്പേ സുന്നി പബ്ലിക്കേഷൻ സെൻറ്ററിൻ്റെ ആസ്ഥാനം ഇവിടെ ഉദ്ഘാടനം ചെയ്ത് അവിടെ ഉണ്ടായിരുന്നു എന്ന് നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ടല്ലോ. അധ്യാപക വൃന്ദത്തിലേക്ക് ഞാനും നിർദ്ദേശിക്കപ്പെട്ടിരുന്നു. മറ്റൊരു ഉസ്താദായി വന്നത് സുന്നി മഹൽ ഫെഡറേഷൻ ആസ്ഥാനത്ത് വർഷങ്ങളായി പ്രവർത്തിച്ചു വന്നിരുന്ന വളവന്നൂർ അബ്ദുറഹ്മാൻ മുസ്ലിയാർ ഫൈളി ആയിരുന്നു മറ്റൊരു ഉസ്താദ്. ഭൗതിക വിഷയങ്ങൾ പഠിപ്പിക്കാൻ കോട്ടക്കലിൽ നിന്നുള്ള ഒരു ഫൈസൽ ഉസ്താദായിരുന്നു നിശ്ചയിക്കപ്പെട്ടത്. ഉറുദു പഠിപ്പിക്കാൻ ഉമറാബാദിൽ നിന്ന് ബിരുദം നേടി പുറത്തു വന്ന ഒരു മൂസ സാഹിബായിരുന്നു, മൂസ ജമാലി ആയിരുന്നു നിശ്ചയിക്കപ്പെട്ടത്. മൂസ സാഹിബിൻ്റെ കുടുംബം, അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠന്മാരൊക്കെ മതപണ്ഡിതന്മാരായിരുന്നു, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ പ്രവർത്തകരായിരുന്നു. ഒരു അബ്ദുള്ള ഫൈളി ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു ജ്യേഷ്ഠൻ. വേറെ ഒരു ജ്യേഷ്ഠന് മദ്രസാധ്യാപകനായ ഒരു മാലിമായിരുന്നു. അപ്പോൾ മൂസ സാഹിബ് ഉമറാബാദിലേക്ക് പോയത് അവിടെ ചുരുങ്ങിയ കാലം പഠിച്ചാൽ മതി, 5 കൊല്ലം പഠിച്ച സർട്ടിഫിക്കറ്റ് നേടി പോരാ. അപ്പോൾ ആ കാഴ്ചപ്പാടിലാണ് അദ്ദേഹം അങ്ങോട്ട് പോയിരുന്നത്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചിരുന്ന തൽപര കക്ഷികൾ അവിടെയും പണമുയർത്തി രംഗത്ത് വന്നിരുന്നു. ദാറുൽ ഹുദയുടെ തനിനിറം കുറേശ്ശെ പുറത്തു വരുന്നുണ്ട്, അവിടെ ഒരു ജമാലിയെ നിശ്ചയിച്ചിരിക്കുന്നു എന്നുള്ള പ്രചരണവുമായിട്ട് അവർ രംഗത്ത് വന്നു. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ പാതയുമായി താദാത്മ്യം പ്രാപിച്ച സ്ഥാപനമായിരുന്നില്ല ഉമറാബാദ്. കോട്ടുമല ഉസ്താദിൻ്റെ അടുത്ത് വരെ ആ ആക്ഷേപം എത്തി. അന്ന് ജാമിയ നൂരിയയിൽ ശംസുൽ ഉലമ EK ഉസ്താദ് പ്രിൻസിപ്പളാണ്. കോട്ടുമല അബൂബക്കർ മുസ്ലിയാർ ആണ് അതിൻ്റെ തൊട്ട് താഴെ പദവിയിലുണ്ടായിരുന്ന ഉസ്താദ്. ഉസ്താദ് ദാറുൽ ഹുദയോട് ബന്ധപ്പെട്ട ആളുകളെ വിളിച്ച് ചോദ്യം ചെയ്തു, നിങ്ങളെന്താ അവിടെ ഒരു ഉമരിയെ നിശ്ചയിച്ചിട്ടുള്ളത്? അപ്പോൾ ഞങ്ങളതിന് വിശദീകരണം നൽകി. അയാൾ സുന്നി തന്നെയാണ്, അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളൊക്കെ പണ്ഡിതന്മാരും അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെയും സമസ്തയുടെയും സഹായികളും സഹകാരികളുമാണ്. അപ്പോൾ ആ പ്രാമാണികമായ വിശദീകരണം കേട്ട ശേഷമാണ് പിന്നെ കോട്ടുമല ഉസ്താദ് സംതൃപ്തനായത്. ഇങ്ങനെ ഒരു ക്ലാസ് മാത്രമാണ് അന്നുണ്ടായിരുന്നത്. A ഡിവിഷൻ, B ഡിവിഷൻ, 2 ഡിവിഷനായി 80 കുട്ടികൾ, 40 വീതമുള്ള 2 ഡിവിഷൻ. അപ്പോൾ ഈ പറയപ്പെട്ട ഉസ്താദന്മാരിലൂടെയാണ് അന്ന് അധ്യാപനത്തിന് തുടക്കം കുറിക്കപ്പെട്ടത്. പിന്നെ ഇങ്ങനെ ഉസ്താദന്മാർ വർദ്ധിച്ച് വന്ന് അൽഹംദുലില്ലാഹ് ഇന്ന് ദാറുൽ ഹുദയിൽ 125-140 ഒക്കെ ഉസ്താദന്മാർ സേവനം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിലെത്തി അൽഹംദുലില്ലാഹ്. ദാറുൽ ഹുദ എന്ന പേര് നിർദ്ദേശിച്ചത് മൗലാന എം ബഷീർ മുസ്ലിയാർ നവറുല്ലാഹു മർക്കദഹു അവர்களായിരുന്നു. സ്ഥാപനം തുടങ്ങുന്നതിൻ്റെ ഒരു 1-2 മാസം മുമ്പ്, അതായത് 2 മാസം മുമ്പ് ബിൽഡിംഗ് ഉദ്ഘാടനം നടന്നു എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബിൽഡിംഗ് ഉദ്ഘാടനം നടന്നപ്പോൾ സ്ഥാപനം മുമ്പ് കഴിഞ്ഞാൽ തുടങ്ങുക എന്നുള്ളിടത്ത് എത്തിയപ്പോൾ ബഷീർ മുസ്ലിയാർ പറഞ്ഞു, അതിൻ്റെ പേരിൽ ദാറുൽ ഹുദ അഥവാ പേര് ദാറുൽ ഹുദ എന്നായിരിക്കണം, അതിൻ്റെ കൂടെ ചേർക്കുന്ന ലഫ്ദ് നിങ്ങൾ തീരുമാനിച്ചാൽ മതി എന്നാണ് ഞങ്ങളെ ഏൽപ്പിച്ചത്. അങ്ങനെയാണ് ഒരു പുതിയ പേരാവുക എന്ന രീതിയിൽ ദാറുൽ ഹുദ ഇസ്ലാമിക് അക്കാദമി എന്നുള്ള പേരിന് അംഗീകാരം നൽകപ്പെട്ടത്. 23 വർഷക്കാലം ആ പേരിൽ തന്നെ ദാറുൽ ഹുദ പ്രവർത്തിച്ചു. പിന്നീട് ദാറുൽ ഹുദ വളർന്ന് വികസിച്ച് വിപുലമായി വന്നപ്പോൾ അതൊരു യൂണിവേഴ്സിറ്റിയായി അപ്ഗ്രേഡ് ചെയ്യണമെന്ന ചിന്താഗതി ഉണ്ടായി. 23 കൊല്ലം പ്രവർത്തിച്ചതിന് ശേഷമാണ്, അതിൻ്റെ ശേഷം ചേർന്ന ഒരു സമ്മേളനത്തിലാണ് മഹാനായ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ അവർ ദാറുൽ ഹുദ അതോറിറ്റിയുടെ തീരുമാനമനുസരിച്ച്
ദാറുൽ ഒരു സ്വകാര്യ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി ആയി അപ്ഗ്രേഡ് ചെയ്ത് പ്രഖ്യാപനം നടത്തിയത്. 2010 മെയ് മാസം മുതൽ ആ പേരിലാണ് ദാറുൽ പ്രവർത്തിച്ചു വരുന്നത്. അതിന് കൈറോവിലെയും മൊറോക്കോവിലെയും 2 മുസ്ലിം യൂണിവേഴ്സിറ്റികളുടെ കോൺഫെഡറേഷനുകൾ അതിന് മെമ്പർഷിപ്പ് നൽകിയതും നമ്മൾ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട്. കൈറോവിലെ ലീഗ് ഓഫ് ഇസ്ലാമിക് യൂണിവേഴ്സിറ്റീസ്, മൊറോക്കോവിലെ ദി ഫെഡറേഷൻ ഓഫ് ദി യൂണിവേഴ്സിറ്റീസ് ഓഫ് ദി ഇസ്ലാമിക് വേൾഡ്. ഈ 2 സംഘടനകളും ഒന്ന് 2009 മറ്റു 2010 ദാറുൽ മെമ്പർഷിപ്പ് കൊടുത്ത് പിന്നീട് വിവിധ ദേശീയ അന്തർദേശീയ യൂണിവേഴ്സിറ്റികളുമായി ബന്ധം സ്ഥാപിച്ച് അങ്ങനെയാണ് ദാറുൽ പ്രവർത്തിച്ചു വരുന്നത്. ദാറുൽ ചരിത്രത്തിൽ അവിസ്മരണീയമായ ഒരു വ്യക്തിത്വമാണ് മൗലാന MM ബഷീർ മുസ്ലിയാർ. വേങ്ങരക്കടുത്ത ചേറൂരിലാണ് സ്വദേശം. ബഷീർ മുസ്ലിയാരുമായി ദാറുൽ തുടങ്ങുന്നതിന് കുറേ മുമ്പ് തന്നെ വ്യക്തിപരമായി ബന്ധപ്പെടാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. അത് എടക്കുളത്ത് ഐദ്രോസ് മുസ്ലിയാരുടെ ദർസിൽ ഞാൻ വന്ന് ചേർന്നത് പറഞ്ഞിട്ടുണ്ട്. 1971 ആദ്യമാണത്. അവിടെ മുതൽ ഏകദേശം ഒരു 1.5 വർഷത്തിലധികം എടക്കുളത്ത് ദർസിലായിരുന്നു ഞാൻ പഠിച്ചിരുന്നത്. ആയിടെയാണ് സമസ്തയുടെ തിരുനാവായ സമ്മേളനം ഉണ്ടായത്. 1972 മെയ് മാസം. അത് നമ്മൾ അനുസ്മരിച്ചിരുന്നു. അപ്പോൾ ഉസ്താദിൻ്റെ ദർസിൽ ചെന്ന ശേഷം പല പൊതുപരിപാടികളിലും ഉസ്താദിനോട് ഒന്നിച്ച് പങ്കെടുക്കാനുള്ള അവസരങ്ങളുണ്ടായിരുന്നു. അങ്ങനെയാണ് ആ എടക്കുളം ജീവിതത്തിൻ്റെ ആദ്യ ഘട്ടങ്ങളിൽ തന്നെ ബഷീർ മുസ്ലിയാരുമായി ഇങ്ങനെയുള്ള ഒരു സമ്മേളനത്തിൽ വെച്ച് കണ്ട് പരിചയപ്പെട്ട് പരസ്പരം മനസ്സിലാക്കുന്നത്. പിന്നീട് അങ്ങനെ തുടർച്ചയായി പലവട്ടം പല സ്ഥലങ്ങളിൽ നിന്നും കാണാൻ അവസരമുണ്ടായി. ബഷീർ മുസ്ലിയാർ ഓരോ കാര്യത്തിലും കാല് വെക്കും മുമ്പ് ആഴത്തെപ്പറ്റി ആലോചിച്ചിരുന്ന ആളാണ്. അഥവാ ഒരു ദീർഘദൃക്ക് ആയിരുന്നു ബഷീർ മുസ്ലിയാർ. കാര്യങ്ങൾ വളരെ ദൂരെ നിന്ന് നോക്കിക്കാണാൻ ശ്രമിക്കുകയും നോക്കിക്കണ്ട് അതിൻ്റെ വരും വരായികകൾ വിലയിരുത്താൻ കഴിയുകയും ചെയ്യുന്ന ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയായിരുന്നു. പ്രസിദ്ധമായ ദർസായിരുന്നു അദ്ദേഹത്തിൻ്റെ ദർസ് കൊണ്ടോട്ടി പഴയ ജുമുഅത്ത് പള്ളി. അവിടെ അന്നത്തെ സാഹചര്യത്തിൽ ചില പുതിയ പരിഷ്കരണങ്ങളും നവീന രീതികളുമൊക്കെ സ്വീകരിക്കപ്പെട്ട ദർസായിരുന്നു. പല സമർത്ഥരായ ആലിമീങ്ങളും മഹാനവരുടെ ശിഷ്യന്മാരായി ഉണ്ട്. ഉദാഹരണമായി പൊന്മള ഫരീദ് മുസ്ലിയാർ സമസ്ത കേരള ജമിയത്തുൽ ഉലമ മുഷാവറ മെമ്പറായിരുന്നു. വലിയ ദർസ് നടത്തിയിരുന്ന പണ്ഡിതനായിരുന്നു. കൊടുവള്ളിക്ക് സമീപമുള്ള കളരാന്തിരിയിൽ, ചെമ്മാട് ജുമുഅത്ത് പള്ളിയിൽ, കൊടിഞ്ഞി ജുമുഅത്ത് പള്ളിയിൽ, അങ്ങനെ പല പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലും വലിയ ദർസുകൾ നടത്തിയിരുന്ന പണ്ഡിത ശ്രേഷ്ഠനായിരുന്നു ഫരീദ് മുസ്ലിയാർ, പൊന്മള ഫരീദ് മുസ്ലിയാർ. അതുപോലെ PP മുഹമ്മദ് ഫൈളി കുറ്റാളൂർ. ദാറുൽ ഉസ്താദായിരുന്ന പുതുപ്പറമ്പ് സ്വദേശിയായ അഹമ്മദ് ഹാജി ഫൈളി, അഹമ്മദ് ഹാജി എന്ന് അദ്ദേഹം വിളിക്കപ്പെട്ടിരുന്നത്. ഫൈളിയാണ്, മൊയ്ലിയരാണ്, മുദരിസായിരുന്നു. ഇങ്ങനെ കുറേ ആളുകൾ മഹാനായ ബഷീർ മുസ്ലിയാരുടെയും അതേസമയം തന്നെ CH ഉസ്താദിൻ്റെയും 2 പേരുടെയും ശിഷ്യത്വം കരസ്ഥമാക്കിയവരും അവരിലുണ്ടായിരുന്നു. മാത്രമല്ല സംഘടനാ രംഗത്ത് പ്രത്യേകമായ ഒരു കാഴ്ചപ്പാടും ആ കാഴ്ചപ്പാട് ജനങ്ങൾക്ക് സുഗമമായി മനസ്സിലാക്കി കൊടുക്കാനുള്ള ഒരു ആശയ സമർത്ഥന കഴിവും ബഷീർ മുസ്ലിയാർക്കുണ്ടായിരുന്നു. പല പരിപാടികളിലും വിഷയാവതരണം ബഷീർ മുസ്ലിയാരായിരുന്നു ആ കാലഘട്ടങ്ങളിൽ നിർവഹിച്ചിരുന്നത്. പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ സാമർഥ്യത്തിന് നല്ല ഒരു മകുടോദാഹരണമായിരുന്നു 1983 മലപ്പുറത്ത് നടന്ന സുന്നി സമ്മേളനം. ഇന്ന് സുന്നി മഹൽ നിലകൊള്ളുന്ന ആ സ്ഥലത്ത്, സുന്നി മഹലിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തുള്ള വയലിൽ വെച്ചാണ് ആ സമ്മേളനം നടന്നത്. 3 ദിവസത്തെ സമ്മേളനമായിരുന്നു. സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന പ്രതിനിധികളെ നേരത്തെ നിർണ്ണയിക്കപ്പെടുകയും അവർക്ക് കൃത്യസമയങ്ങളിൽ ഭക്ഷണം വിതരണം ചെയ്യപ്പെടുകയും അവിടെ തന്നെ താമസ സൗകര്യം ഏർപ്പെടുത്തപ്പെടുകയും ഒക്കെ ചെയ്തിരുന്ന ഒരു സമ്മേളനമായിരുന്നു അത്. ഇത് വളരെ വിപുലമായ ഒരു സംരംഭമായിരുന്നു. തികച്ചും നവ്യമായ ഏറ്റവും പുതിയ രീതിയിലുള്ള ഒരു സമ്മേളന നടത്തിപ്പായിരുന്നു അവിടെ. ഇതിൻ്റെയൊക്കെ സൂത്രധാരൻ മൗലാന MM ബഷീർ മുസ്ലിയാർ അവർകളായിരുന്നു. സഹപ്രവർത്തകരായ പലരും അദ്ദേഹത്തിന് പിന്തുണയായി കൂടെ ഉണ്ടായിരുന്നു താനും. ഇന്ന് ആ സമ്മേളനം നടന്ന സ്ഥലത്തൊക്കെ ബിൽഡിങ്ങുകൾ വന്നു, അതുപോലെ കൃഷി. ഇന്നിപ്പോൾ അവിടെ അങ്ങനെ സമ്മേളനം നടത്താൻ കഴിയാത്ത അവസ്ഥയായിട്ടുണ്ട്. ഇത് 1983 40-ലധികം വർഷങ്ങൾക്ക് മുമ്പാണ് നടക്കുന്നത്. അപ്പോൾ ആ സമ്മേളനത്തിൽ ഉദാഹരണമായി പറഞ്ഞാൽ ഭക്ഷണം വിതരണം ചെയ്തിരുന്നത് ആളുകളൊക്കെ ഇങ്ങനെ സഫായിട്ട് അണിയായിട്ടാണ് ഈ ഓഡിറ്റോറിയത്തിൽ ഹാജരായിട്ടുണ്ടാകുക. സമ്മേളനത്തിൻ്റെ ഭാഗമായ പ്രസംഗങ്ങൾ, പരിപാടികൾ, വിഷയാവതരണങ്ങളൊക്കെ നടക്കുമ്പോൾ അത് ശ്രവിക്കാനായി അവർ നിരനിരയായിട്ടാണ് ഇരിക്കുക. അങ്ങനെയാണ് അതിന് സംവിധാനം ചെയ്തിരുന്നത്. ഭക്ഷണം വിതരണം ചെയ്യുമ്പോൾ ഒരറ്റത്തുള്ള ഒരാളെടുത്ത് ഒരു പൊതി കൊടുത്താൽ ആ പൊതി അയാൾ കൈമാറണം. അങ്ങനെ വളരെ ചുരുങ്ങിയ സമയത്തിനകം ആ ഭക്ഷണ വിതരണം നടക്കും. ഒരു പരിപാടി നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഈ ഭക്ഷണ വിതരണം നടക്കും.
ആ പരിപാടി അവസാനിച്ചാൽ അവർ ഭക്ഷണം കഴിക്കും. അങ്ങനെയുള്ളൊരു ക്രമീകരണമായിരുന്നു അതിലുണ്ടായിരുന്നു. 1989 6 കൊല്ലം മുമ്പാണല്ലോ 1983. അപ്പോൾ നേതാക്കന്മാരൊക്കെ ഏകകണ്ഠമായി ഒറ്റക്കെട്ടായി ഏകോദര സഹോദരന്മാരും സഹപ്രവർത്തകന്മാരുമായിട്ടാണ് ആ സമ്മേളനത്തിൽ പങ്കെടുത്തത്. വമ്പിച്ച വിജയവുമായിരുന്നു ആ സമ്മേളനം. അതിൻ്റെ ഔട്ട്പുട്ട്സ് ആകട്ടെ, അനന്തരഫലങ്ങളാകട്ടെ വളരെ ഫലപ്രദവും വളരെ സ്വീകാര്യവും ആകർഷകവുമായിരുന്നു. ആ സമ്മേളനത്തിൻ്റെ സൂത്രധാരൻ ബഷീർ മുസ്ലിയാരായിരുന്നു എന്നാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്. അന്ന് മഹാനവറുകൾ കുണ്ടോട്ടി പഴയ ജുമാഅത്ത് പള്ളിയിലാണ് താമസിയാതെ അദ്ദേഹം കടമേരി റഹ്മാനിയയിലേക്ക് പ്രിൻസിപ്പളായി ക്ഷണിക്കപ്പെട്ടു. കടമേരിയിൽ റഹ്മാനിയ എന്ന പേരിൽ പുതിയ സ്ഥാപനം തുടങ്ങിയപ്പോൾ മേധാവിയായിരുന്നത് പ്രിൻസിപ്പാളായിരുന്നത് PA അബ്ദുള്ള മൗലവി മട്ടന്നൂർ എന്ന് പറയുന്ന പണ്ഡിതനായിരുന്നു. അദ്ദേഹം ഷാവറ മെമ്പറായിരുന്നു. സമസ്തയുടെ മുതിർന്ന നേതാക്കളിൽപ്പെട്ട ആളായിരുന്നു. മട്ടന്നൂർ ഖാദി മുദരിസൊക്കെ ആയിരുന്നു അദ്ദേഹം. മട്ടന്നൂരിൽ നിന്ന് തൻ്റെ സേവനം അവസാനിപ്പിച്ച് അദ്ദേഹം പിന്നെ വന്നത് കടമേരിയിലേക്ക്. 2 വിദ്യാഭ്യാസവും സമന്വയിപ്പിച്ച് നൽകുക എന്ന പുതിയൊരു കാഴ്ചപ്പാടിലാണ് അദ്ദേഹം കടമേരിയിൽ റഹ്മാനിയ ആരംഭിക്കുന്നത്. പിന്നീട് ഒരു 3 വർഷം കഴിഞ്ഞ ശേഷം 72 തുടങ്ങി 74 5 ആയിരിക്കണം ബഷീർ മുസ്ലിയാർ അവിടെ എത്തിയത്. അങ്ങനെയാണ് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ 1976 ബഷീർ മുസ്ലിയാർ നേരിട്ട് തന്നെ എനിക്ക് കടമേരിയിലേക്ക് ഉസ്താദായി നിയമനം തന്ന് ഞാൻ അവിടെ എത്തുന്നത് 76 76, 77, 78, 79 4 വർഷമാണ് ഞാൻ അവിടെ സേവനം ചെയ്തത്. 76 ജനുവരിയിലാണ് ഞാൻ കടമേരിയിലെത്തിയത്. അതിൻ്റെയും ഒരു 2 വർഷം മുമ്പ് ബഷീർ മുസ്ലിയാരോട് പ്രിൻസിപ്പളായി ചാർജ് ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നു. റഹ്മാനിയ കോളേജ് എന്ന പേരിലായിരുന്നെങ്കിലും ക്ലാസ്സുകൾ പലതും പള്ളിയോട് ചേർന്നും പള്ളിയുടെ അരികിൽ ഷെഡ് കെട്ടിയുമൊക്കെയാണ് നടത്തപ്പെട്ടത്. പിന്നീട് 77, 78 ആയപ്പോൾ കോളേജിന് പ്രത്യേകമായ ബിൽഡിംഗ് ഉണ്ടായി. പിന്നീട് അനുബന്ധമായി വേറെയും പല ബിൽഡിങ്ങുകളുണ്ടായി. പല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഇന്ന് അവിടെ നടന്നു വരുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ സൂത്രധാരൻ ബഷീർ മുസ്ലിയാരായിരുന്നു. ബഷീർ മുസ്ലിയാരെ കടമേരിയിലേക്ക് ക്ഷണിച്ചത് അദ്ദേഹത്തിൻ്റെ കൂടെ കോട്ടുമല അബൂബക്കർ മുസ്ലിയാർ ഉസ്താദിൻ്റെ അടുത്ത് കോട്ടുമലയിൽ ഓതി താമസിച്ചിരുന്ന ചീക്കിലോട്ട് കുഞ്ഞമ്മദ് മുസ്ലിയാറായിരുന്നു. ചീക്കിലോട്ടാറും വീട്ടുപേരാ, കുഞ്ഞമ്മദ് മുസ്ലിയാർ എന്നാണ് പറയുക. അദ്ദേഹം വലിയ സമ്പന്ന കുടുംബത്തിൽ ജനിച്ച ഒരാളായിരുന്നു. അങ്ങനെ കുറച്ചു കാലം കോട്ടുമലയിൽ താമസിച്ച ശേഷം അദ്ദേഹം പിന്നെ പഠനം നിർത്തി നാട്ടിലിങ്ങനെ കഴിഞ്ഞുകൂടി വരികയായിരുന്നു. അപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ പിതാവ് വലിയൊരു പണ്ഡിതനായിരുന്നു. പണ്ഡിത കുടുംബമാണ് അവരുടേത്. അപ്പോൾ അവരുടെ വഴി പിന്തുടർന്നുകൊണ്ട് അവിടെ ഒരു സ്ഥിരമായ മതവിദ്യാഭ്യാസ സംവിധാനത്തിന് ഏർപ്പാടുണ്ടാക്കണം എന്ന തീരുമാനത്തിൽ എത്തി കുഞ്ഞമ്മദ് മുസ്ലിയാർ, ചീക്കിലോട്ട് കുഞ്ഞമ്മദ് മുസ്ലിയാർ. അങ്ങനെ താനുമായി നേരത്തെ കോട്ടുമലയിൽ പള്ളി ദർസിൽ ഓതി പഠിച്ചിരുന്ന കാലത്തുണ്ടായിരുന്ന ബഷീർ മുസ്ലിയാർ അദ്ദേഹം അങ്ങോട്ട് ക്ഷണിച്ചതാണ്. അങ്ങനെയാണ് ബഷീർ മുസ്ലിയാർ കടമേരി റഹ്മാനിയിൽ എത്താൻ നിമിത്തം ഉണ്ടാകുന്നത്. അങ്ങനെ ബഷീർ മുസ്ലിയാർ കുറേ കാലം അവിടെ നിന്ന് സ്ഥാപനത്തിൻ്റെ പുരോഗതിയിൽ ശ്രദ്ധേയമായ പല പരിഷ്കരണങ്ങളും പരിവർത്തനങ്ങളും നേട്ടങ്ങളുമൊക്കെ കൈവരിക്കാനായത് ബഷീർ മുസ്ലിയാരുടെ കാലത്തായിരുന്നു. പിന്നെ അദ്ദേഹം ഷുഗർ രോഗിയൊക്കെ ആയിരുന്നു. കടമേരിയിലേക്ക് നീണ്ട യാത്ര ചെയ്യാൻ പ്രയാസം അനുഭവപ്പെട്ടപ്പോൾ കടമേരിയിലേക്കുള്ള പോക്ക് നിർത്തി. അങ്ങനെ ഏറെക്കുറെ സ്വസ്ഥമായി കഴിഞ്ഞു വരികയായിരുന്നു. അതിൽ കാര്യമായൊരു ജോലി ഉണ്ടായിരുന്ന സുന്നി മഹൽ ഫെഡറേഷൻ്റെ ജോലികളായിരുന്നു. സുന്നി മഹൽ ഫെഡറേഷൻ്റെ പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക ജോലിയല്ല. സുന്നി മഹൽ ഫെഡറേഷൻ 1976 രൂപീകൃതമായത് നമ്മൾ പറയുന്നുണ്ടായിരുന്നു. അതിൻ്റെ കീഴിൽ മലപ്പുറം ജില്ലയിൽ ഉടനീളം മഹല്ല് കൺവെൻഷനുകൾ, അതുപോലെ പഞ്ചായത്ത് കൺവെൻഷനുകൾ, താലൂക്ക് കൺവെൻഷനുകൾ, ജില്ലാ കൺവെൻഷനുകൾ, അങ്ങനെ പലവിധ സംരംഭങ്ങളും നടന്നു വരുന്നുണ്ടായിരുന്നു. പ്രധാനമായും അവിടെയൊക്കെ വിഷയം അവതരിപ്പിച്ചിരുന്നത് ബഷീർ മുസ്ലിയാർ തന്നെയാണ്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചല്ലോ. അദ്ദേഹം വിഷയം അവതരിപ്പിച്ചാൽ ശ്രോതാക്കൾക്കൊക്കെ കാര്യങ്ങൾ വളരെ ഭംഗിയായി മനസ്സിലാകും. അവരുടെ ഹൃദയത്തിൽ ആഴ്ന്നിറങ്ങുന്ന രീതിയിലുള്ള ശൈലിയായിരുന്നു അദ്ദേഹത്തിൻ്റേത്. അപ്പോൾ ഇത്തരം പ്രവർത്തനങ്ങളാണ് SMFൻ്റെ പ്രവർത്തനങ്ങളായി ഉണ്ടായിരുന്നത്. നേതൃപരമായ ഭാഗഭാഗിത്വങ്ങൾ, പരിപാടികളിൽ പങ്കെടുക്കുക, പരിപാടികൾ ജനങ്ങൾക്ക് കൂടുതൽ ഫലപ്രദമായി മനസ്സിലാക്കി കൊടുക്കുന്ന സംവിധാനങ്ങൾ കാണുക തുടങ്ങിയുള്ളതൊക്കെ ആയിരുന്നു ബഷീർ മുസ്ലിയാർ നിർവഹിച്ചത്. അതിൻ്റെ കൂടെ ഉസ്താദ് CH ഐദ്രോസ് മുസ്ലിയാർ ഉണ്ടാവും, ഡോക്ടർ യുബാപ്പുട്ടി ഹാജി സാഹിബ് ഉണ്ടാവും. പിന്നെ അതുമായി ബന്ധപ്പെട്ട അതിൻ്റെ മുബല്ലിഗുമാർ കുറേ ഉണ്ടായിരുന്നു ആ കാലത്ത്. ആദ്യകാലങ്ങളിൽ മുബല്ലിഗുമാരുണ്ടാവും. അവരൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ഈ നേതാക്കന്മാരുടെ സാന്നിധ്യത്തിൽ അത്തരം പ്രവർത്തനങ്ങളൊക്കെ അന്ന് നടന്നു വന്നത്. അത് വലിയൊരു പരിവർത്തനത്തിൻ്റെ ദിശ കൂടിയായിരുന്നു. SMF പ്രവർത്തിക്കാൻ തുടങ്ങിയതോടുകൂടി മഹല്ലുകളോടൊക്കെ മുഖച്ഛായ മാറി. പല സ്ഥലങ്ങളിലും SMFൻ്റെ കീഴിൽ അതിൻ്റെ പ്രോത്സാഹനം കൊണ്ട് പള്ളി ദർസുകൾ പുനഃസ്ഥാപിതമായി. നേരത്തെ ദർസ് ഉണ്ടായിരുന്ന ഭിന്നതങ്ങനെ പല കാരണങ്ങളിൽ നിലച്ചുപോയ ഒരുപാട് മഹല്ലത്തുകളിൽ പള്ളി ദർസുകൾ പുനഃസ്ഥാപിച്ചു. ഈ പുനഃസ്ഥാപിച്ച പള്ളി ദർസുകളിലൊക്കെ പിന്നീട് പരീക്ഷാ സമ്പ്രദായം നടപ്പാക്കപ്പെട്ടു.
അതിന് പ്രത്യേക പരീക്ഷാ ബോർഡ്, ചോദ്യപേപ്പർ തയ്യാറാക്കി, ദർസുകളിലൊക്കെ പരീക്ഷാ സംവിധാനങ്ങൾ ഏർപ്പെടുത്തി. അങ്ങനെ ദർസുകളൊക്കെ കൂടുതൽ കാര്യക്ഷമമാക്കാൻ, വിജയകരമാക്കാനുള്ള സംരംഭങ്ങൾക്കൊക്കെ SMF സുന്നി മഹൽ ഫെഡറേഷൻ മലപ്പുറം ജില്ലാ കമ്മിറ്റി നേതൃത്വം നൽകുകയായിരുന്നു ആയിടെയൊക്കെ. അതിലൊക്കെ ഈ പറഞ്ഞ ഒന്നാമത് ബഷീർ മുസ്ലിയാർ, പിന്നെ ബാപ്പുട്ടി ഹാജി, പിന്നെ ഹൈദർ ഉസ്താദ് തുടങ്ങിയവരുടെയൊക്കെ ഭാഗഭാഗിത്വങ്ങൾ അവിസ്മരണീയമാണെന്ന് വിലയിരുത്താൻ, മനസ്സിലാക്കാൻ കഴിയും. അങ്ങനെ ഇരിക്കുകയാണല്ലോ പിന്നെ 1980കളുടെ തുടക്കം മുതൽ ദാറുൽ ഹുദായുടെ ചിന്താഗതി അവരുടെ മനസ്സിലേക്ക് കടന്നു വരുന്നു. 80ൽ മാതൃകാ ദർസുകൾ തുടങ്ങിയെന്ന് നമ്മൾ നേരത്തെ അനുസ്മരിച്ചിട്ടുണ്ടായിരുന്നു. അത് വിവിധ മഹല്ലത്തുകളിൽ, വിവിധ ജുമുഅത്ത് പള്ളികളിൽ ഒക്കെ നടന്നു വരികയായതുകൊണ്ട് അത് ശരിയായ ഒരു സമഗ്ര രൂപം നേടാൻ അവർക്ക് സാധിക്കുകയില്ല എന്നൊരു ആശങ്ക നേതാക്കൾക്ക് നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. ദാറുൽ ഹുദ സംവിധാനത്തിന് ആ സമയത്ത് തന്നെ അവർ ചിന്തിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. 2-3 കൊല്ലം മാതൃകാ ദർസ് നടന്നതിന് ശേഷമാണ് പിന്നെ ദാറുൽ ഹുദയെ സംബന്ധിച്ചുള്ള ചിന്താഗതി വരുന്നതും അത് ചുരുങ്ങിയ സമയം കൊണ്ട് സാക്ഷാത്കൃതമാകുന്നു. അന്ന് നമ്മുടെ മഹല്ലത്തുകളിലൊക്കെ ഇസ്ലാമിക സ്ഥാപനങ്ങൾ, വിദ്യാഭ്യാസ സംവിധാനങ്ങളൊക്കെ സ്ഥാപിക്കപ്പെടും. പക്ഷേ അതൊന്നൊരു ദീർഘദൃഷ്ടിയോടു കൂടിയായിരുന്നില്ല. ദാറുൽ ഹുദ അങ്ങനെ അല്ല എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ദാറുൽ ഹുദ എന്തിന് സ്ഥാപിക്കപ്പെടുന്നു, എന്താണ് ദാറുൽ ഹുദയുടെ ധർമ്മം, ദൗത്യം, ഉത്തരവാദിത്വം, ദാറുൽ ഹുദയിൽ നിന്ന് പഠനം പൂർത്തിയാക്കിയ പണ്ഡിതന്മാർ ആരായിരിക്കണം, എങ്ങനെയായിരിക്കണം, എന്തായിരിക്കണം അവരുടെ പ്രവർത്തന രീതി, ശൈലി, സ്വഭാവം തുടങ്ങിയൊക്കെ നേരത്തെ ആവിഷ്കൃതമായിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് അൽഹംദുലില്ലാഹ് ദാറുൽ ഹുദ സ്ഥാപിതമാകുന്നതും സംഭവബഹുലമായ അതിൻ്റെ 40 വർഷങ്ങൾ പിന്നിട്ട ശേഷം നാം ഈ വസ്തുതകൾ അനുസ്മരിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അതിൽ അനിഷേധ്യമായ ഒരു പങ്ക്, ഒരു ഭാഗഭാഗിത്വം മഹാനായ MM ബഷീർ മുസ്ലിയാർ നവറല്ലാഹു മർക്കദഹു അവர்களுടേതായിരുന്നു എന്നാണ് ഇപ്പോൾ നമ്മൾ അനുസ്മരിച്ചത്. അപ്പോൾ ഈ ആദ്യകാലങ്ങളിലൊക്കെ ബഷീർ മുസ്ലിയാർ പലപ്പോഴും ഇവിടെ വരാറുണ്ടായിരുന്നു. നമ്മുടെ ആശാരി ഷഡ് സംഗമങ്ങളെ സംബന്ധിച്ച് അനുസ്മരിച്ചിരുന്നു. അതിലൊക്കെ പലപ്പോഴും ബഷീർ മുസ്ലിയാർ ഉണ്ടാവും. പലപ്പോഴും അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് ഞങ്ങൾ അങ്ങോട്ട് പോകും. ചിലപ്പോൾ ബാപ്പുട്ടേജി ഉൾപ്പെടെയുള്ളവർ പോകും, ചിലപ്പോൾ ഞങ്ങളെപ്പോലുള്ള ചില ആൾക്കാർ പോകും. PP മുഹമ്മദ് ഫൈദി അന്ന് SMFൻ്റെ സുന്നി മഹൽ ഫെഡറേഷൻ്റെ ഒരു സഹയാത്രികനായിരുന്നു. ചിലപ്പോൾ അദ്ദേഹം ഉണ്ടാകും. ഞങ്ങൾ തമ്മിൽ ഒന്നിച്ച് ഒരുപാട് സന്ദർഭങ്ങളിൽ SMFൻ്റെ മേഖലയിലും ദാറുൽ ഹുദയുടെ മേഖലയിലൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ട്. അദ്ദേഹം മരിച്ചുപോയി, കുറച്ച് മഗ്ഫിറത്ത് മർഹമത്ത് കൊടുക്കട്ടെ. ഇങ്ങനെ ഓർഗനൈസർമാരായിരുന്ന പണ്ഡിതന്മാർ, SMFൻ്റെ ഭാരവാഹികളും പ്രവർത്തകന്മാരും ആയിരുന്ന പണ്ഡിതന്മാർ തുടങ്ങിയുള്ളവരുമായൊക്കെ ഞങ്ങൾക്ക് ഒരു പണ്ഡിത പരിവേഷമുള്ള ആളുകൾ എന്നുള്ളവർക്ക് പ്രത്യേകമായ ബാന്ധവങ്ങൾ ഉണ്ടായിരുന്നു. അത് SMFന് വേണ്ടിയും ദാറുൽ ഹുദയ്ക്ക് വേണ്ടിയുമൊക്കെ വിനിയോഗിക്കപ്പെടുന്നതായിരുന്നു. ബഷീർ മുസ്ലിയാരുടെ കൂടെയുള്ള സന്ദർഭങ്ങൾ, അനുഭവങ്ങൾ അത് ധാരാളമാണ്. അവിസ്മരണീയമായ ധാരാളം അനുഭവങ്ങൾ നമുക്ക് കണ്ടെത്താൻ കഴിയും. അതായത് സാമൂഹികമായ എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അതിൻ്റെ തിരുത്ത് എങ്ങനെ നിർവഹിക്കാൻ കഴിയും, അതിൻ്റെ ശരിയായ ചിത്രം സമൂഹത്തിന് എങ്ങനെ സമർപ്പിക്കാൻ കഴിയും തുടങ്ങിയുള്ള കാര്യങ്ങൾ ബഷീർ മുസ്ലിയാർ ചർച്ചക്കിടും. സമുദായത്തിൽ നടമാടുന്ന പല ആചാരങ്ങളുണ്ടാവും. അതിൽ ഇസ്ലാമികമായതും അനിസ്ലാമികമായതും ഉണ്ടാവും. അപ്പോൾ അത് ഇസ്ലാമികമാക്കി പരിവർത്തിപ്പിക്കാനും പരിഷ്കരിപ്പിക്കാനുമുള്ള മാർഗങ്ങൾ കണ്ടുപിടിക്കുക എന്നതായിരുന്നു ബഷീർ മുസ്ലിയാരുടെ അടിസ്ഥാനപരവും മൗലികവുമായ ലക്ഷ്യം. അപ്പോൾ അത് സംബന്ധിച്ച് അപ്പോഴുള്ള ആൾക്കാർ ചർച്ച ചെയ്യും. ചർച്ചകൾ പങ്കെടുത്ത ഓരോരുത്തരും അഭിപ്രായങ്ങൾ പറയും. ബഷീർ മുസ്ലിയാർ അതിൻ്റെ മോഡറേറ്ററാകും. ഇതൊക്കെ അനൗദ്യോഗികമായ ഒരു സെമിനാർ എന്നുള്ളവർക്ക് നടക്കുന്നതല്ല. വ്യക്തിഗതമായി 4, 5 അല്ലെങ്കിൽ 6, 8 ആളുകൾ സംബന്ധിക്കുന്ന ചടങ്ങുകളായിരിക്കും. അതുപോലെ തന്നെ ദാറുൽ ഹുദയിലെ ആശാരി ഷഡിലാണെങ്കിലും ശരി, അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും സമീപത്തുള്ള ബാപ്പുട്ടേജിൻ്റെ വീട്ടിലോ, അല്ലെങ്കിൽ ചെമ്മാട് ഖിദമത്തുൽ ഇസ്ലാം മദ്രസയിലോ, അല്ലെങ്കിൽ ചെമ്മാട് ജുമുഅത്ത് പള്ളിയിൽ ഒഴിവു സമയങ്ങളിൽ സമ്മേളിക്കുമ്പോഴോ ഒക്കെ ഇത്തരം ചർച്ചകളായിരുന്നു നടന്നിരുന്നത്. നിരന്തരമായി ഒരു സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ദാറുൽ ഹുദ ആയിരുന്നു അവരൊക്കെ എന്ന് വിശേഷിപ്പിക്കേണ്ടി വരും. സ്വകാര്യമായ സ്വന്തം ലാഭമുണ്ടാകുന്ന ഒരു കാര്യങ്ങളും അവർ അന്ന് ചർച്ച ചെയ്തിരുന്നില്ല. എപ്പോഴും ഈ വിഷയം തന്നെ ചർച്ച ചെയ്ത് ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ ആലോചിക്കുമ്പോഴും അത്തരം വിഷയങ്ങളായിരിക്കും അവർ ആലോചിക്കുന്നതും ചിന്താ വിഷയമാക്കുന്നതും. അങ്ങനെയുള്ള സമ്പന്നമായ ഒരു പശ്ചാത്തലം ദാറുൽ ഹുദയ്ക്ക് ലഭിച്ചു എന്നതാണ് അൽഹംദുലില്ലാഹ് ഇന്ന് കാണുന്ന ഈ വിജയകരമായ അവസ്ഥയിലേക്ക് അതിനെ നയിച്ചത്. ബഷീർ മുസ്ലിയാർ ദാറുൽ ഹുദ തുടങ്ങിയപ്പോഴേക്ക് അദ്ദേഹത്തിൻ്റെ രോഗം കൂടിയിരുന്നു. പഴയ ഷുഗർ രോഗിയായിരുന്നു അദ്ദേഹം. അതിൻ്റെ കൂട്ടത്തിൽ മറ്റു ചില രോഗങ്ങളൊക്കെ, അന്ന് അവയവങ്ങളിലൊക്കെ വേദന, ശരിക്കും നടക്കാനും സഞ്ചരിക്കാനൊന്നും കഴിയാത്ത അവസ്ഥ തുടങ്ങിയ ക്ഷീണാവസ്ഥകൾ അദ്ദേഹത്തിനുണ്ടായിരുന്നു. അങ്ങനെയാകുമ്പോൾ ബഷീർ മുസ്ലിയാരുടെ സാന്നിധ്യം ലഭ്യമാകാൻ വേണ്ടി ഉത്തരവാദപ്പെട്ടവർ അല്ലെങ്കിൽ പ്രവർത്തകന്മാരായ ആളുകൾ അങ്ങോട്ട് പോയി നിർദ്ദേശങ്ങൾ തേടുകയാണ് ചെയ്തിരുന്നത്. എപ്പോഴും വളരെ ശാന്തമായിരുന്ന് വളരെ പ്രായോഗികമായ കാര്യങ്ങൾ
ചർച്ചയ്ക്കിടുവാനും ചർച്ചകളിൽ പങ്കെടുക്കാനും ചർച്ചകളിലൂടെ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ തേടുവാനും ഒക്കെ ഉള്ള അദ്ദേഹത്തിൻ്റെ ഒരു വിശാല മനസ്കത എന്നും അനുസ്മരിക്കപ്പെടേണ്ടതാണ്. മതപണ്ഡിതന്മാർ വിശിഷ്യ ദേവാരംഗത്ത് സേവനങ്ങൾ ചെയ്യുന്ന ആളുകൾ അത്തരം മാനസികാവസ്ഥകൾ ഉള്ളവരായിരിക്കണം. മറ്റുള്ള ആളുകളുടെ കാഴ്ചപ്പാടുകൾ തേടുക, അവരുടെ അഭിപ്രായങ്ങൾ അന്വേഷിക്കുക, അവരുടെ മാർഗദർശനങ്ങൾ നമുക്ക് സഹായകമായി അല്ലെങ്കിൽ നമുക്ക് അനുകൂലമായി ഉപയോഗപ്പെടുത്തുക, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ മതപണ്ഡിതന്മാർ നിർവഹിച്ചിരിക്കേണ്ടതുണ്ട്. ഞാൻ വലിയ പണ്ഡിതനാണ്, ഞാൻ എന്ന സ്റ്റാറ്റസുള്ള ആളാണ്, ഞാൻ പറഞ്ഞത് ബാക്കിയുള്ളവർ അങ്ങോട്ട് കേൾക്കണം എന്നുള്ളൊരു രീതി മതപണ്ഡിതന്മാരുടേതല്ല. അതിൽ പൈശാചികമായ ചിന്താഗതികൾ കൂടി അതിൽ സ്വാധീനമുണ്ട് എന്ന് പറയേണ്ടി വരും. കാരണം മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരെ സൽമാൻ അൽ ഫാരിസിയുടെ മാർഗനിർദ്ദേശങ്ങൾ പ്രയോഗവൽക്കരിച്ചതായി അറിയാവുന്നവരാണ് പണ്ഡിതന്മാരൊക്കെ. അദ്ദേഹം ഒരു അന്യനാട്ടുകാരനാണ്. അവന് അന്യനാട്ടിൽ നിന്ന് അവൻ്റെ അഭിപ്രായം പോലെ സ്വീകരിക്കാൻ പറ്റില്ല എന്നല്ല നബി തങ്ങൾ ചിന്തിച്ചത്. അതൊരു സൃഷ്ടിപരമായ അഭിപ്രായമായി തോന്നി അത് പ്രയോഗവൽക്കരിക്കാൻ തീരുമാനിച്ച് അത് പ്രയോഗവൽക്കരിച്ചു. ഇസ്ലാമിക ചരിത്രത്തിൽ വിജയത്തിൻ്റെ വലിയ ഒരു അന്തസ്സിൻ്റെ പതാക അവിടെ ഹന്തക്ക് കുഴിച്ച് യുദ്ധത്തിന് വന്നവരെ നേരിട്ടപ്പോൾ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും മുസ്ലിമീങ്ങളും അഭിമുഖീകരിച്ചു. അത് ചരിത്രത്തിലെ നിർണായകമായൊരു ഏട് ആയി ഭവിച്ചു എന്നൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അതാണ് കൂടിയാലോചനകളുടെ ഗുണഫലങ്ങൾ. കൂടിയാലോചന ഉണ്ടായിരുന്നപ്പോൾ ഞാനിതുവരെ പറഞ്ഞത്, അദ്ദേഹം ഇങ്ങോട്ട് വരാൻ കഴിഞ്ഞിരുന്ന കാലത്ത് ഇടയ്ക്കിടെ ഇങ്ങോട്ട് വരും. വരാൻ കഴിയാതായപ്പോൾ ആ ഖൈറ് നഷ്ടപ്പെട്ടു കൂടാ എന്ന് കരുതിയിട്ട് SMF-ൻ്റെ ദാറുൽ ഭാരവാഹികൾ അങ്ങോട്ട് പോകും. അതുകൊണ്ട് തന്നെയാണ് ഖുർആൻ അതിൻ്റെ ഗൗരവം അനുയായികളോട് പഠിപ്പിച്ചത്. വഅംറുഹും ശൂറാ ബൈനഹും. മുഅ്മിനീങ്ങളുടെ മുസ്ലിമീങ്ങളുടെ സ്വഭാവം തന്നെ അങ്ങനെയാണ്. അവർ പരസ്പരം കൂടിയാലോചനയിൽ അധിഷ്ഠിതമായിരിക്കും അവരുടെ എല്ലാ വിഷയങ്ങളും പ്രശ്നങ്ങളും കാര്യങ്ങളും. നബിയോട് അല്ലാഹു തആല കൽപ്പിച്ചു, വശാവിറുഹും ഫിൽ അംർ. ഏത് വിഷയം വരുമ്പോഴും കാര്യങ്ങൾ ചർച്ചാവിധേയമാകുമ്പോൾ അനുയായികളോട് തങ്ങൾ മുശാവറ ചെയ്യുക, കൂടിയാലോചന നടത്തുക. നബിയോടാണ് ഖിതാബ്, നബിയെ അഭിമുഖമായാണ് സംസാരിക്കുന്നത്. വശാവിറുഹും ഫിൽ അംർ എന്ന് പറഞ്ഞാൽ അനുയായികളോടാണ്. അപ്പം ഞാൻ നേതാവല്ലേ, ഞാൻ എങ്ങനെ അനുയായികളോട് കൂടിയാലോചന നടത്തുക, അവരെ അഭിപ്രായം തേടുക എന്ന് ചിന്തിക്കാനല്ല, മറിച്ച് ചിന്തിക്കാനാണ് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അല്ലാഹു തആല നിർദ്ദേശിച്ചത്, കൽപ്പിച്ചത്. അത് തന്നെയാണ് നബി ജീവിതത്തിൽ പകർത്തിയത്. അതിൽ ലോകത്തിനൊക്കെ ഒരു മാതൃകയായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകസമക്ഷം തന്നെ ആ മാതൃക സമർപ്പിച്ചു. അപ്പോൾ ആ ഒരു ചിത്രമായിരുന്നു, അല്ലെങ്കിൽ ആ ഒരു മാതൃകയായിരുന്നു ബഷീർ മുസ്ലിയാരുടെ. SMF-ലും ദാറുൽ മാത്രമല്ല സമസ്തയിലും ബഷീർ മുസ്ലിയാരുടെ ഈ നവോത്ഥാന കാഴ്ചപ്പാടുകൾക്ക് ഉദാഹരണങ്ങൾ ധാരാളം കാണാൻ സാധിക്കും. അദ്ദേഹം സമസ്ത കേരള ജമിയത്തുൽ ഉലമായുടെ മുഷാവറ മെമ്പറായിരുന്നു. സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിൻ്റെ എക്സിക്യൂട്ടീവ് മെമ്പറായിരുന്നു. സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ പരീക്ഷാ ബോർഡിൻ്റെ ചെയർമാനായിരുന്നു. സമസ്തയുടെ മറ്റു ചില ഘടകങ്ങളിലും മഹാനവറുകളുടെ സേവനങ്ങൾ ലഭ്യമായിട്ടുണ്ട്. അപ്പോൾ ഇവിടങ്ങളിലൊക്കെ, പ്രത്യേകിച്ച് മുഷാവറയിലൊക്കെ വളരെ സൃഷ്ടിപരമായ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ ഉസ്താദുകൾ സമർപ്പിക്കാറുണ്ടായിരുന്നു. ചില ആളുകളൊക്കെ, അല്ലെങ്കിൽ പല ആളുകളും പറഞ്ഞു കേട്ടിട്ടുണ്ട്, ആ കാലത്ത് മുഷാവറയിൽ സംസാരിച്ചിരുന്നത് ഒന്ന് ബഷീർ മുസ്ലിയാരും മറ്റൊന്ന് CH ഐദർസ് മുസ്ലിയാരും മാത്രമാണ്. ബാക്കിയുള്ളവരൊക്കെ ഉന്നതമായ പണ്ഡിതന്മാരോടുള്ള ബഹുമാനം പാലിച്ചുകൊണ്ട് അദബ് മനസ്സിലാക്കി സംസാരിക്കുകയില്ല. പക്ഷേ മുഷാവറ ചേരുമ്പോൾ, അല്ലെങ്കിൽ ഒരു കമ്മിറ്റിയുടെ എക്സിക്യൂട്ടീവ് ചേരുമ്പോൾ അവിടെ അഭിപ്രായങ്ങൾ പറയണമല്ലോ. അവിടെ അദബ് പാലിച്ച് മിണ്ടാതിരിക്കുകയല്ല വേണ്ടത്. അവിടെ അഭിപ്രായങ്ങൾ പറയാനുള്ള, അത് ഒരു മാസത്തിലൊരിക്കലോ 2 മാസത്തിലൊരിക്കലായിരിക്കും ഒരു എക്സിക്യൂട്ടീവ് അല്ലെങ്കിൽ ഒരു മുഷാവറ യോഗം ചേരുക. അവിടെ പറയേണ്ട കാര്യങ്ങൾ അവിടെ തന്നെ പറയണം. ആ രീതിയായിരുന്നു ബഷീർ മുസ്ലിയാർക്ക് ഉണ്ടായിരുന്നതെന്നാണ് ഞാൻ അനുസ്മരിക്കുന്നത്. മാത്രമല്ല, സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിൻ്റെ പാഠപുസ്തകങ്ങൾ, വിദ്യാഭ്യാസ ബോർഡ് ആരംഭിച്ച 1950കളുടെ പകുതിക്ക് ശേഷമാണ് ബഷീർ മുസ്ലിയാർ അതിലേക്ക് കടന്നു വരുന്നത്. അപ്പോൾ പാഠപുസ്തകങ്ങളുടെ ദാരിദ്ര്യം ഉണ്ടായിരുന്നു ആ കാലത്ത്. അന്ന് പല കിതാബുകളും വളരെ നേരത്തെ വിരചിതമായിരുന്ന കിതാബുകളുടെ ഭാഗമോ ബാബോ ഫസ്ലോ അല്ലെങ്കിൽ പ്രത്യേക കാണ്ഡമോ ഒക്കെ തിരഞ്ഞെടുത്തായിരുന്നു മദ്രസ പാഠപുസ്തകമായി സ്വീകരിച്ചിരുന്നത്. ഉദാഹരണം അദ്കിയ എന്നാണ് പേര്. കിതാബ് നേരത്തെ വിരചിതമായതായിരുന്നു. സമസ്ത വിദ്യാഭ്യാസ ബോർഡിൻ്റെ 6ാം ക്ലാസ്സിൻ്റെ പാഠ്യപദ്ധതിയിൽ തസവുഫിന് നിശ്ചയിക്കപ്പെട്ടിരുന്നത് അദ്കിയായിരുന്നു. ഉദാഹരണം, അങ്ങനെ വേറെയും കിതാബുകൾ ഉണ്ടായിരുന്നു. ആ പശ്ചാത്തലത്തിൽ കൂടുതൽ പാഠപുസ്തകങ്ങൾ വിരചിക്കപ്പെടുക അനിവാര്യമായിരുന്നു. ആ ഗ്രന്ഥരചനകളിലും അഥവാ പാഠപുസ്തകങ്ങൾ രചിക്കുന്നതിലും ബഷീർ മുസ്ലിയാരുടെ ശക്തമായ സാന്നിധ്യവും സഹകരണവും ഉണ്ടായിരുന്നു എന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പിന്നെ പരീക്ഷാ ബോർഡ് എന്ന് പറഞ്ഞാൽ പരീക്ഷാ സംവിധാനങ്ങളിൽ കാലാനുസൃതമായ പുരോഗതികൾ, പരിഷ്കരണങ്ങൾ, പരിവർത്തനങ്ങളൊക്കെ സ്വീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കും. അതിലൊക്കെ ബഷീർ മുസ്ലിയാരുടെ ദൂരക്കാഴ്ച, ദീർഘദൃഷ്ടി വലിയ സംഭാവനകൾ സമർപ്പിച്ചിട്ടുണ്ട് എന്നും നമുക്ക് വിലയിരുത്താം. ഇപ്പോൾ പണ്ട് കാലത്തൊക്കെ പരീക്ഷാ പേപ്പർ, പൊതുപരീക്ഷ ഉദാഹരണം, അല്ലെങ്കിൽ മറ്റ് ക്ലാസ്സുകളിലെ പരീക്ഷ, അത് ആ മദ്രസകളിലെ ഉസ്താദുമാർ തന്നെയാണ് ആദ്യകാലത്തൊക്കെ നടത്തിയിരുന്നത്.
പിന്നെ അതിങ്ങനെ പരിഷ്കരിച്ച് 1996 ആയപ്പോഴാണ് സെൻട്രലൈസ്ഡ് വാല്യുവേഷൻ ആരംഭിച്ചത്. ഒരു കേന്ദ്രത്തിൽ വെച്ച് പരീക്ഷാ പേപ്പറുകൾ വാല്യൂ ചെയ്യപ്പെടുക. അത് അൽഹംദുലില്ലാ ദാറുൽ ഹുദയിലാണ് തുടങ്ങിയത്. വിദ്യാഭ്യാസ ബോർഡിലുള്ള ഭാഗഭാഗിത്വത്തിലൂടെ ഈ വിനീതൻ നിർദ്ദേശിച്ചിട്ടാണ് കേന്ദ്രീകൃത വാല്യുവേഷൻ സംവിധാനം നടപ്പാക്കാൻ തീരുമാനിച്ചത്. അതിന് ദാറുൽ ഹുദയിലെ മുതിർന്ന വിദ്യാർത്ഥികളെ ഉപയോഗപ്പെടുത്തുക എന്നതായിരുന്നു അതിന് അന്ന് കണ്ട പരിഹാരമാർഗം. ദാറുൽ ഹുദയിലെ PG കോഴ്സുകളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് 1996, 7, 8 ഇങ്ങനെ 4-5 വർഷം ഇവിടെ വെച്ചാണ് സെൻട്രലൈസ്ഡ് വാല്യുവേഷൻ നടത്തിയത്. പിന്നീട് അത് നടത്താൻ സന്നദ്ധരായി പലരും വന്നപ്പോൾ വിവിധ സ്ഥാപനങ്ങളിൽ വെച്ച് നടത്താൻ തുടങ്ങി. ഒരു സ്ഥാപനം ജാമിഅ നൂരിയയിൽ ഉദാഹരണം ഒരു ഫിഖ്, പിന്നെ തിരൂർക്കാട് കോളേജിൽ വെച്ച് വേറൊരു വിഷയം, പിന്നെ കടമേർ റഹ്മാനിയ കോളേജിൽ ഉദാഹരണം അഖീദ ഒരു വിഷയം. ഇങ്ങനെ 4 കേന്ദ്രങ്ങളിൽ വെച്ചായിരുന്നു പിന്നെ കുറച്ചു കാലം നടന്നത്. പിന്നെ അതിനുശേഷം സമസ്തയിൽ തന്നെ അതിന് സൗകര്യം ചെയ്ത് അവിടെ വെച്ച് കേന്ദ്രീകൃത വാല്യുവേഷൻ നടന്നു വരികയാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത്, ബഷീർ മുസ്ലിയാരുടെ കാലത്ത് ഇങ്ങനെയുള്ള പല പരിഷ്കരണങ്ങൾക്കും പുരോഗമനപരമായ മാറ്റങ്ങൾക്കും അവസരമുണ്ടായി. അതിൻ്റെയൊക്കെ മുമ്പിൽ മഹാനായ ബഷീർ മുസ്ലിയാരുടെ ദീർഘദൃഷ്ടിയും കൂർമ്മ ബുദ്ധിയുമാണ് ഉണ്ടായിരുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അൽഹംദുലില്ലാ അങ്ങനെ ഒരു നിലക്ക് അല്ലെങ്കിൽ മറ്റൊരു നിലക്ക് കൊണ്ടോട്ടിയിൽ ദർസ് നടത്തിയിട്ട്, അല്ലെങ്കിൽ കടമേരിയിൽ ദർസ് നടത്തിയിട്ട്, കോളേജിലെ പ്രിൻസിപ്പളായിട്ട്, അല്ലെങ്കിൽ സുന്നി മഹൽ ഫെഡറേഷൻ്റെ സാരഥിയായിട്ട്, സുന്നി മഹൽ ഫെഡറേഷൻ്റെ ബഹുമുഖമായ കൺവെൻഷനുകളിലും കോൺഫറൻസുകളിലും സമ്മേളനങ്ങളിലും വിഷയാവതാരകനായിട്ട്, ദാറുൽ ഹുദക്ക് രൂപകൽപ്പന നൽകുന്ന സാരഥിയായിട്ട്, ഇങ്ങനെയൊക്കെ മഹാനായ ബഷീർ മുസ്ലിയാരുടെ സമുദായത്തിനും സമൂഹത്തിനും വേണ്ടിയുള്ള സേവനങ്ങൾ സുവർണ ലിപികളാൽ രേഖപ്പെടുത്തപ്പെടേണ്ടതാണ് എന്ന് നമുക്ക് വിലയിരുത്താൻ സാധിക്കും. മഹാനവറുകളുടെ പാരത്രിക പദവികൾ അള്ളാഹു ഉയർത്തിക്കൊടുക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും. അൽ ഐൻ സുന്നി യൂത്ത് സെൻറ്റർ എന്നാണ് അതിൻ്റെ പേര്. ആളുകൾ പൊതുവിൽ പറയുമ്പോൾ സുന്നി സെൻറ്റർ എന്ന് പറയും, അൽ ഐൻ സുന്നി സെൻറ്റർ എന്ന് പറയും. അതിൻ്റെ കീഴിൽ വളരെ വിപുലമായ പ്രവർത്തനങ്ങൾ നടക്കുന്ന കാലമാണ് അന്ന് 80കളിൽ 90കളിലൊക്കെ. അൽ ഐൻ സുന്നി സെൻറ്ററിൻ്റെ ആസ്ഥാനത്ത് ഹജ്ജ് ക്ലാസ്സിന് പലപ്പോഴും നേതൃത്വം നൽകിയിരുന്നത് ഉസ്താദ് ആത്തിപ്പറ്റ മൊയ്തീൻ ഹുസൈനി തന്നെ ആയിരുന്നു. മഹാനവറുകൾ പലപ്പോഴും ഹജ്ജ് ഉംറകൾക്ക് പോവുകയും അവിടെ നിന്നുള്ള ചില ഉസ്താദന്മാരുടെ അധ്യാപനങ്ങളും മാർഗദർശനങ്ങളും ഒക്കെ ലഭിക്കുകയും ചെയ്തതുകൊണ്ട് അൽ ഐനിൽ ഇടയ്ക്കിടെയൊക്കെ പോകുമ്പോൾ ഇങ്ങനെയുള്ള മതപഠന ക്ലാസ്സുകളിൽ പലപ്പോഴും ഈ ഉള്ളവനും നേതൃത്വം നൽകാറുണ്ട്. അങ്ങനെ അബുദാബിയിൽ, റാസൽ ഖൈമയിൽ, അതുപോലെ ദുബായിൽ പല ഇമാറത്തുകളിലും ഇങ്ങനെയുള്ള വിദ്യാഭ്യാസ, മതകീയ, സാംസ്കാരിക, ധാർമ്മിക, ആത്മീയ സദസ്സുകളും ജാഗരണ പ്രവർത്തനങ്ങളൊക്കെ നടന്നു വരുന്നുണ്ടായി. പ്രധാനമായും ഇതിൻ്റെ മാർഗദർശി ഉസ്താദ് ആത്തിപ്പറ്റ മൊയ്തീൻ മുസ്ലിയാർ തന്നെ ആയിരുന്നു. ഉസ്താദ് അവയോടൊക്കെ പ്രവർത്തനങ്ങൾക്ക് നായകത്വം വഹിച്ചു എന്ന് തന്നെ പറയാം. ഇനി അവിടെയൊക്കെ നായകന്മാർ അല്ലെങ്കിൽ സാരഥികൾ, പ്രസിഡന്റുമാരോ അല്ലെങ്കിൽ സദർ ഉസ്താദുമാരോ ഒക്കെ ആയിട്ട് വേറെ ആളുകൾ ഉണ്ടെങ്കിൽ തന്നെയും ഉസ്താദുമായി ബന്ധപ്പെട്ടും ഉസ്താദിൻ്റെ സന്ദർശനങ്ങൾ ഉപയോഗപ്പെടുത്തിയും ഉസ്താദിൻ്റെ മാർഗദർശനങ്ങൾ ലക്ഷ്യമാക്കിയും ഒക്കെ തന്നെയാണ് അത്തരം പ്രവർത്തനങ്ങളൊക്കെ നടന്നു വന്നിരുന്നത്. അങ്ങനെയാണ് അൽഹംദുലില്ലാ അൽ ഐനിലേക്ക് അല്ലെങ്കിൽ UAE ആദ്യമായി വിദേശയാത്ര ഉണ്ടാകുന്നത്.